ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയത് അറിഞ്ഞ ഉടനെ അവധിയെടുത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നു. ഭയങ്കര ആശങ്കയാണ്, ടെൻഷൻ അടിച്ചാൽ പോകുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടു. പറഞ്ഞില്ലേ, ഭയങ്കര ടെൻഷനാണ്. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി എന്നറിഞ്ഞപ്പോഴേ പെട്ടെന്ന് ലീവ് എടുത്ത് വീട്ടിലേക്ക് വന്നു. അനു മാത്രമല്ല, നമ്മുടെ ശ്രീകാന്ത് ഉണ്ടല്ലോ, ശ്രീകാന്ത് വിളിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ പേര് വിളിച്ചു, കുറെ പേര് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അത് നമ്മുടെ അതിന്റെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ പേടിച്ചൊന്നുമല്ല. അതിലെ സംഭവം എന്ന് പറഞ്ഞാൽ പേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കണ്ഠ ഭയങ്കരമായിട്ടുണ്ടായി. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതൊന്നുമില്ലല്ലോ, മൈക്കൊന്നും വെച്ചിട്ടില്ലല്ലോ, ക്യാമറയൊന്നും വെച്ചിട്ടില്ലല്ലോ, ഒന്നുമില്ല, ധൈര്യമായിട്ട് പറയാം. എനിക്കത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് നമ്മൾ ചോദിച്ചതാണ്. അത് പിന്നെ അവൻ ഈ നമ്മുടെ ശ്രീകാന്ത് ഇവന്മാരെ അനുവും കൂടെ നേരത്തെ ശ്രീകാന്ത് ഒരു ഇതെഴുതിയായിരുന്നു, കഥ സംവിധാനം ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഈ പ്രമേയം ഗോവിന്ദസ്വാമിയാണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതെഴുതിയപ്പോൾ എനിക്കതിൽ വലിയ ഇതൊന്നും തോന്നിയില്ല. പക്ഷേ കണ്ണൂർ പോലുള്ളൊരു ജയിലിനകത്തെ ജയിലെന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നൊരു ഗോവിന്ദസ്വാമി ഒരു കാരണവശാലും ചാടത്തില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അന്ന് ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അന്ന് വന്നപ്പോൾ അവിടെ ഏത് ജോലി ചെയ്തിരുന്നു? ഓഫീസറായിരുന്നു. നേരിട്ട് നമുക്ക് ഗോവിന്ദസ്വാമിയായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? ഞാൻ 10ാം ബ്ലോക്കിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. 10ാം ബ്ലോക്കിൽ അവനെ പാർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ചാടാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, ചാടാൻ പറ്റത്തില്ല. ടൈറ്റാനിക്ക് മുങ്ങത്തില്ല എന്നുള്ള പ്രതീക്ഷ പോലെയായിരുന്നു ഈ ഗോവിന്ദസ്വാമി ചാടത്തില്ല എന്നുള്ളത്. അപ്പം ഗോവിന്ദസ്വാമി പെട്ടെന്ന് ചാടി എന്നറിഞ്ഞപ്പോൾ വീട്ടുകാരെ ആക്രമിക്കുമോ അല്ലെങ്കിൽ അവന്റെ ആ വാക്കുകളിൽ എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു ഉത്കണ്ഠ വന്നു എന്നുള്ള വാസ്തവം. അതായത് നമ്മൾ ജയിലിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഗോവിന്ദസ്വാമിയെ കാണുന്നുണ്ടല്ലോ, കാണും. ആ സമയത്ത് എപ്പോഴെങ്കിലും ഈ ഗോവിന്ദസ്വാമി നമ്മുടെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ഭീഷണിയോ സ്വരമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വ്യക്തിപരമായിട്ടൊന്നല്ല. അവനെ പിന്നെ ഈ ഗോവിന്ദസ്വാമി നമ്മളിപ്പം ജയിലിലെ നിയമങ്ങൾ അനുസരിപ്പിക്കുക എന്നുള്ള, ജയിൽ നിയമം അനുസരിച്ച് ജയിലിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ അങ്ങനെ പലപ്പോഴും ജയിൽ നിയമം അനുസരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവൻ വലിയ താല്പര്യമുള്ള ആളല്ല. നല്ല സൈക്കോ ആണ്, നല്ല ക്രിമിനലാണ്. അപ്പോൾ അവന് അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളിലും അവനെ നിർബന്ധിച്ച് ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് അവൻ ഒരിക്കലും എന്നോട് വളരെ, ഞാൻ സത്യം പറഞ്ഞാൽ അത് 2013-14 എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് മാറി തിരുവനന്തപുരം മേഖലയിലൊക്കെ വന്നപ്പോഴും എനിക്ക് പക്ഷേ ഈ ചാട്ടം വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നതും പെട്ടെന്ന് എന്റെ BP കൂടി ഉത്കണ്ഠയൊക്കെ ആയത് ആ ഒരു പറച്ചിലാണ്. എന്നോട് അവൻ പറഞ്ഞത്, എന്താ പറഞ്ഞത് കറക്റ്റായിട്ട്? എന്നോട് അവൻ പറഞ്ഞത്, ഞാൻ ജയിൽ ചാടുമെന്ന് അന്ന് തന്നെ അയാൾ ഉറപ്പിച്ചു. ചാടി എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ, അതായത് എൻ്റെ അടുത്ത് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ എന്നെ കെട്ടിയിട്ട് എൻ്റെ വീട്ടിലെ എല്ലാവരെയും അതിക്രൂരമായിട്ട് തന്നെ ബലാത്കാരം ചെയ്യുമെന്നും കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെ പോലും വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം എന്നെ കൊല്ലത്തുള്ളൂ. ഇപ്പം സ്വാഭാവികമായിട്ട് ജയിൽ ജോലി എന്ന് പറയുമ്പോൾ പല ഗുണ്ടകളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വെട്ടിക്കീറും, കത്തിച്ച് കളയും, പെട്രോൾ ഒഴിച്ച് കത്തിക്കും, തുണ്ടായിട്ട് വിട്ടു. ഇത് നമുക്ക് വലിയ അതിശക്തിയില്ല, നമ്മളത് വലിയ കാര്യം എടുക്കാറില്ല. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം പറ്റുന്ന കേട്ടില്ല. കാരണം കുരയ്ക്കുന്ന പട്ടിയൊന്നും കടിക്കാറില്ല. ഇവൻ പക്ഷെ അങ്ങനെ അധികം സംസാരിക്കുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു സംശയം തോന്നും ഇതിനെ കുറിച്ച്. അതായത് അന്ന് ഗോവിന്ദസ്വാമി നമ്മുടെ മുഖത്ത് നോക്കി ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്താർ ഒന്ന് പേടിച്ചു. ശരി, പേടിച്ചു മീൻസ് ഇവനിനി അങ്ങനെ ജയിലിൽ ചാടുമോ? അല്ല, നമ്മളൊക്കെ മനുഷ്യരല്ലേ, അത് പേടിയുണ്ടാകത്തില്ല. നമ്മളിപ്പോ അമാനുഷികരൊന്നും അല്ലല്ലോ.